ടെക്നോളജി വൈസ് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു. പക്ഷേ ആ ഒരു സെയിം സമയത്ത് ഉണ്ടാകുന്ന വേറെ പ്രശ്നമാണ് ഇതിനൊക്കെയുള്ള തട്ടിപ്പ്, ഫ്രോഡ്, സ്കാം എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടികൾ. അതൊക്കെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നേക്കുവാണ് വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് എന്നെ ഈ ഡൽഹി പോലീസിൽ നിന്ന് വിളിച്ചു എന്ന രീതിയിൽ അവർ പറഞ്ഞത് എൻ്റെ സിം വേറെ ആരോ യൂസ് ചെയ്യുന്നു, അത് ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡൽഹി പോലീസിൽ അവിടെ എത്തണം, അവിടെ എത്തി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ അറസ്റ്റ് ഉണ്ടാവും, വലിയ പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പം ആൾറെഡി നമുക്ക് ഈ പ്രശ്നങ്ങൾ അറിയാം. ഇപ്പോൾ ഡോക്ടർ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാശ് പോയവരുണ്ട്, അതിനെ എതിർത്തവരുണ്ട്. ഇപ്പോൾ ഒരു നേഴ്സിൻ്റെ തന്നെ 2 ദിവസത്തിന് മുമ്പുള്ളൊരു വീഡിയോ ഉണ്ട്. അവർ കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു, അവർക്കൊരു നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ സ്കാമേഴ്സിനെ ഓടിച്ചു വിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് പേരുണ്ട്. ഇവൻ നമ്മുടെ പോലീസിനെ വരെ ഇത് സ്കാം ചെയ്യാൻ വന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ശരിക്കും വൈറലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യത്തെപ്പറ്റി ചെറിയൊരു ബോധമുണ്ട്. മീൻസ് എങ്ങനെയാണ് ഇത്, എന്തിനാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ ഇവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പക്ക ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള നമുക്കൊരു സംശയം തോന്നത്തില്ല. അങ്ങനെയാണ് ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നവരുമായിട്ട്. ശരിക്കും ഇത് സംഭവിക്കുന്ന ഒരാഴ്ച മുമ്പാണ്. ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അന്ന് അപ്ലോഡ് ചെയ്തില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താണെന്ന് എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇൻക്ലൂഡിങ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ കംബോഡിയയിലെ കോൾ സെന്റേഴ്സിലേക്ക് എടുക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ് മെയിനായിട്ട്. ഇംഗ്ലീഷ് ചാനൽ നമ്മൾ നോക്കിയാൽ അറിയാം ഈ സ്കാമേഴ്സിനെ അവരത് ട്രാക്ക് ചെയ്യുക, അവരത് ട്രാപ്പ് ചെയ്യുന്ന വീഡിയോ. അതായത് മെയിനായിട്ട് ഇന്ത്യൻസ്കാരാണ്. ഹരിയാന, ഡൽഹി, ഹൈദരാബാദ് ഒക്കെ ഉള്ള ഒരുപാട് പേരെ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കംബോഡിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൾ സെന്റർ. അവിടെ നിന്നാണ് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. ഈവൻ നമ്മുടെ മലയാളീസ് തന്നെ ഒരുപാട് പേര് അവിടെ പോയി പെട്ടുപോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഇന്റർവ്യൂ വീഡിയോയോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിനെ ശരിക്കും ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്റർനാഷണൽ കോളാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇടുന്നത് എഗെയിൻ ഒരു അവയർനെസ് ആണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാം, ആർക്ക് വേണോ ഈ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ എനിക്ക് കോൾ ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും എല്ലാവർക്കും അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവുണ്ട്, എന്നിട്ട് കൂടി ഇത് ആൾക്കാരിലേക്ക് എത്തുന്നു, വീണ്ടും ആൾക്കാർ കബളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ. ശരിക്കും 2 ദിവസം മുമ്പ് ഇടേണ്ട വീഡിയോ ആയിരുന്നു. പിന്നെ ഇതിന്റെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി എനിക്ക് വന്ന കോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് എൻ്റെ സിം വേറെ ആരോ യൂസ് ചെയ്യുന്നു, അപ്പം ഡൽഹിയിൽ ഒരു കേസ് ഉണ്ട്, അപ്പം അവിടെ പോലീസ് സ്റ്റേഷനിൽ വരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് തന്നെ ആദ്യം ഇത് ഫേക്കാണോ സത്യമാണോ ഇല്ലെന്ന് നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതിനെപ്പറ്റി കുറച്ച് അന്വേഷണം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. ജസ്റ്റ് പക്ക ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള വീഡിയോ വന്നു കഴിഞ്ഞാൽ ആരും പേടിക്കുകയോ പാനിക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നെങ്കിൽ എടുക്കാതിരിക്കുക ഇത്തരം കോളുകൾ. 2 എടുത്തു കഴിഞ്ഞാലും ഫർദർ ആയിട്ടൊന്നും പറയണ്ട. നമ്മൾ ലോക്കൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോളാം എന്ന രീതിയിൽ അങ്ങ് വെച്ചാൽ മാത്രം മതി. അവർ പറഞ്ഞ കണക്ക് വീഡിയോ കോളോ ഒരു കാര്യം എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ട്രാപ്പ് ചെയ്യും പല രീതിയിലും. നമുക്കറിയാം ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. സോ അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും ഇനി കോൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, അത്രേ ഉള്ളൂ.